മുഖ്യമന്ത്രി ആര് നിങ്ങളുടെ മുഖ്യമന്ത്രി ആര്? കൂട്ടുകാരായ സഖാക്കളുടെ എല്ലാം ചോദ്യമാണ് ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത്. മെയ് 4 റിസൾട്ട് വന്നതിന് ശേഷം കൂട്ടുകാരായ ചില സഖാക്കന്മാരുടെ ചില ചോദ്യങ്ങളാണ്. കൂട്ടുകാരെ, അത് എന്തെന്ന് വെച്ചാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഒട്ടനവധി നേതാക്കന്മാരുണ്ട്. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള കോൺഗ്രസ്സിൽ യോഗ്യരായിട്ടുള്ള നേതാക്കന്മാർ മൂന്ന് നാല് യോഗ്യരായ നേതാക്കളിൽ പ്രധാനിയാണ് KC വേണുഗോപാൽ, അതുപോലെ തന്നെ VD സതീശൻ, രമേശ് ചെന്നിത്തല, പിന്നെ കുഞ്ഞാലിക്കുട്ടി, IUML കുഞ്ഞാലിക്കുട്ടിയൊക്കെ നല്ല ഭൂരിപക്ഷത്തിൽ കയറി വന്ന ഒരു രാഷ്ട്രീയ അചഞ്ചലനായ സമരസപ്പെടാത്ത ഒരു നല്ലൊരു നേതാവും കൂടിയാണ്. അപ്പോൾ ഇത്രയും നേതാക്കന്മാർ മുൻനിരയിൽ നിൽക്കുമ്പം അവരെ പ്രാധാന്യത്തോടു കൂടി പരിഗണിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ആ ഒരു മുതിർന്ന യോഗ്യരായ 4 നേതാക്കന്മാരെ ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയാണെന്നുള്ളത് സെലക്ട് ചെയ്ത് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായ സമയക്രമങ്ങളൊക്കെ വരും. ആ സമയങ്ങളൊക്കെ ഇച്ചിരി വൈകും. അപ്പോൾ അതിന് നിങ്ങളിങ്ങനെ കടന്ന് UDF തമ്മിലടിയാണ്, കോൺഗ്രസ്സിൽ തമ്മിലടിയാണ് എന്നൊന്നും ധരിപ്പിക്കണ്ട. അതെന്ന് വെച്ചാൽ കോൺഗ്രസ്സിലേ ഉള്ളൂ, ഇതേപോലുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കോൺഗ്രസ്സിലേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെയൊന്നും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതായിട്ട് അറിവില്ല. ഒരു അഭിപ്രായമുള്ള ജനാധിപത്യ മതേതര പാർട്ടിയായ നമ്മുടെ ഈ കോൺഗ്രസ്സിലെ ഒരു മുഖ്യമന്ത്രി വരും. അത് നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകർ അതിനെ സ്വാഗതം ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയല്ലേ. എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ AICC എടുക്കുന്ന ആ ഒരു തീരുമാനം നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ AICC കമ്മിറ്റി കൂടി പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രി നമ്മളെല്ലാവരും കോൺഗ്രസ്സുകാർ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്, KSU, UDF പ്രവർത്തകർ, കേരളീയ ജനത ഉൾപ്പെടെ നമ്മളത് സ്വീകരിച്ച് ആഘോഷമാക്കി മുന്നോട്ട് പോകും. ഓക്കേ.